UDF 2026 വരുമെന്ന് ഏതാണ്ട് ഉറപ്പായ രീതിയിലൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. കാരണം LDF സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി എന്നാണ് കരകയറുക എന്നറിയില്ല. വിദ്യാഭ്യാസ വകുപ്പൊക്കെ അതിനേക്കാൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കീമെഴുതിയ പിന്നെ CBSE കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ എഴുതിയ കുട്ടികളുടെയൊക്കെ വലിയ കണ്ണുനീരാണ് കേരളത്തിൽ കിടക്കുന്നത്. അതിൽ നിന്ന് ഇനി എങ്ങനെയാണ് ഈ ഗവൺമെൻറ് രക്ഷപ്പെടുക എന്നറിയില്ല. പിന്നെ ഭാരതാംബ വിഷയം, VC-കളുടെ വിഷയം, അങ്ങനെ വലിയ പ്രതിരോധത്തിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതെല്ലാം മുതലാക്കിക്കൊണ്ട് UDF-ന് 2026 വരാൻ കഴിയും. കാരണം ഒരു അടുത്ത 6-7 മാസം കൊണ്ട് LDF-ന് ഇവിടെ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാനില്ല എന്നുള്ളൊരു ചിന്തയിലാണ് UDF നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സമര പരമ്പര UDF ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിത്രം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും UDF വരികയാണെങ്കിൽ തീർച്ചയായും RSPക്ക് ഒരു മന്ത്രി ഉണ്ടാകും. നേരത്തെ പിന്നെ VP രാമകൃഷ്ണപിള്ളയും ഷിബു ബേബി ജോണും പിന്നെ NK പ്രേമേന്ദ്രനുമൊക്കെ RSPയിൽ നിന്ന് വിവിധ പാർട്ടികളിൽ നിന്നുകൊണ്ട് മുന്നണികളിൽ നിന്ന് മന്ത്രിയായവരാണ്. NK പ്രേമേന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ VS-ന്റെ മന്ത്രിസഭയിൽ ജലവകുപ്പ് മന്ത്രിയായിരുന്നു. ഷിബു ബേബി ജോൺ UDF മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെ ഇവർ ആരെങ്കിലും ഒരു വകുപ്പ് ഒരാളിനെ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് രണ്ടായി ചോദിക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം പങ്കുവെച്ച് വരുമ്പോൾ അങ്ങനെ RSPക്ക് 2 കൊടുക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെ വരുമ്പോഴാണ് പ്രേമചന്ദ്രൻ NK പ്രേമചന്ദ്രന് ഒരിക്കൽ കൂടി മന്ത്രിയായി കൊള്ളാമെന്നുണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് ചവറയിൽ വീണ്ടും വരുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. അപ്പോൾ ഷിബു ബേബി ജോൺ എവിടെ നിൽക്കും? അദ്ദേഹം കൊല്ലത്തേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. കൊല്ലം സീറ്റ് ഷിബു ബേബി ജോൺ ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. കാരണം നമ്മുടെ മുകേഷിൻ്റെ പേര് ചീത്തയായി കിടപ്പുണ്ട്. അതുകൊണ്ട് മുകേഷിന് ഇനി ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. മുകേഷ് തന്നെ താല്പര്യപ്പെടുമോ എന്ന് അറിയുന്നില്ല. കാരണം അദ്ദേഹത്തെ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹം വലിയ പ്രതിരോധത്തിലാണ് മുകേഷ് നിൽക്കുന്നത്, സിനിമാ നടൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന് അറിയില്ല. ഈ ചാൻസ് മുതലാക്കിക്കൊണ്ട് ഷിബു ബേബി ജോൺ കൊല്ലത്തേക്ക് സീറ്റിന് വേണ്ടി ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ RSPക്ക് 2 സീറ്റ് കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ ഷിബു ബേബി ജോണും NK പ്രേമേന്ദ്രനും മത്സരിക്കുമോ? അപ്പോൾ NK പ്രേമേന്ദ്രൻ്റെ പാർലമെൻറ്റ് സീറ്റിൽ ആര് മത്സരിക്കും? ഇനി അതിലേക്ക് ചിലപ്പോൾ ഷിബു ബേബി ജോൺ പോകുമോ? അങ്ങനെ അല്ലെങ്കിൽ ഇനി 2 പേരും അസംബ്ലിയിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ 2 പേരും ജയിച്ചു കയറിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? മന്ത്രി, RSPയുടെ മന്ത്രി. ഇനി വേറെ പ്രശ്നമുണ്ട്. അതോ പരസ്പരം കാലുവാരുമോ? കാരണം രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെ ആണല്ലോ. 2 പ്രമുഖ നേതാക്കൾ അടുത്തടുത്ത മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ അവരുടെ അണികൾക്കറിയാം ആരെ വാരണം ആരെ കോരണം എന്നൊക്കെ അറിയാം. ഇനി അങ്ങനെയൊക്കെ സംഭവിക്കുമോ? എന്താണ് RSP രാഷ്ട്രീയത്തിൽ തിരിഞ്ഞുകൊണ്ടുവരുന്ന സൂചിക? എന്തായാലും RSP രാഷ്ട്രീയം വളരെ ഗൗരവമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചലനാത്മകതയിൽ ആര് വാഴും ആര് വീഴുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും NK പ്രേമേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും വരാൻ സാധ്യത കാണുന്നു. അത് ചവറയിലേക്കാണ് NK പ്രേമേന്ദ്രൻ്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം. അങ്ങനെ ചവറയിൽ നിന്നായിരുന്നു നേരത്തെ MLA ആയിരുന്നത്. അതേ ചവറയിൽ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്താൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ സുജിത് പിള്ളയാണ് അവിടെ ഇപ്പോൾ MLA ആയിട്ടുള്ളത്. ചെറുപ്പക്കാരനാണ് LDF-ൻ്റെ. പക്ഷേ എന്നാൽ പോലും CPM-ൻ്റെ എന്നാൽ സ്വതന്ത്രനായി നിന്ന് ജയിച്ചാണ്. എന്നാൽ പോലും തീർച്ചയായിട്ടും അവിടെ വരാൻ സാധ്യതയുള്ളത് പ്രേമേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അദ്ദേഹത്തിന് അവിടെ നല്ല സംഘടനാ ബലവും ആൾബലവും ബന്ധുബലവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അത് അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഷിബു ബേബി ജോൺ എവിടെ നിൽക്കും? ഷിബു ബേബി ജോൺ നേരെ മാറി കൊല്ലത്ത് പോകുമോ? അതോ NK പ്രേമേന്ദ്രൻ കേരളത്തിൽ വന്നതിന് ശേഷം മന്ത്രിയാകാനൊക്കെ വന്നതിന് ശേഷം ഷിബു ബേബി ജോൺ കൊല്ലത്ത് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുമോ? ഇങ്ങനെയുള്ള വളരെ വളരെ രസകരമായ രാഷ്ട്രീയ ചർച്ചകളാണ് കൊല്ലം ജില്ലയിൽ RSPയെ ചുറ്റിപ്പറ്റിയും UDF-നെ ചുറ്റിപ്പറ്റിയും നടക്കുന്നത്. ഇത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് LDF-ൻ്റെ ഇപ്പോഴത്തെ ജോലി.